എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. Realme X2യുടെ അൺബോക്സിംഗ് ആണ്. മെയിനായിട്ട് അൺബോക്സിംഗ് അല്ല ഞാൻ കവർ ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു റിവ്യൂ ആണ്. എൻ്റെ കയ്യിലുള്ള വേരിയൻറ്റ് പറഞ്ഞാൽ 4GB RAM 64GB സ്റ്റോറേജാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഗെയിമിംഗ് റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ PUBG, പിന്നെ Assault 9 അങ്ങനത്തെ കുറച്ച് ഗെയിമിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് ചെയ്യാം. നമുക്കിവിടെ കാണാം ബോക്സിൻ്റെ മോഡ് 64MP പെർഫോമൻസ് എക്സ്പെർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 730G ആണ് പ്രൊസസ്സർ വരുന്നത്. 30 വാട്ട്സ് വോക്ക് ചാർജറാണ് വരുന്നത്. നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. ഫ്രണ്ടിൽ തന്നെ കാണാം ഒരു പേപ്പർ പാക്കറ്റാണ് കാണാൻ പറ്റുന്നത്. ഹേ വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് എഴുതിയിട്ടുണ്ട്. പേപ്പർ പാക്കറ്റിനകത്ത് എന്തൊക്കെയുള്ളത് നോക്കാം. ഇതിനൊപ്പം തന്നെ ഒരു നല്ലൊരു TPU കേസ് കിട്ടും. നല്ലൊരു മാറ്റ് ഫിനിഷ് വരുന്ന TPU കേസാണ്. അത്യാവശ്യം ഹാർഡായിട്ടുള്ള സാധനമാണ്. പിന്നെ കുറച്ച് കാറ്റലോഗ്സ് ഉണ്ടാവും. ഇതാണ് ഫോണ്. ഇതാണ് Realme X2 മൊബൈൽ. നമുക്ക് ഫോണിലോട്ട് വരുന്ന മുന്നേ ബോക്സിൽ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത് നോക്കാം. ഒരു ചാർജർ അഡാപ്റ്റർ, പിന്നെ ഒരു ചാർജിങ് കേബിളുമാണുള്ളത്. കേബിൾ വരുന്നത് C-പോർട്ട് കേബിളാണ്. വേറെ പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂളും ഉണ്ട്. റിയൽമിയുടെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇവർ ഫോണിൻ്റെ കൂടെ ഹെഡ്ഫോൺ കൊടുക്കുന്നില്ല. നമുക്ക് ഫോണിലേക്ക് വരാം. ഇതാണ് ഫോൺ വരുന്നത്. ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന കളർ പറയുന്നത് വൈറ്റ് കളറാണ്. വൈറ്റ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാം Gorilla 5 ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ക്രാച്ച് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഫോണാണ്. ക്യാമറ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 64 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 8 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും ഉണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു സ്ക്രീൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു ബെനിഫിറ്റാണ്. ഫോൺ വാങ്ങിയ ഉടനെ തന്നെ ഒരു സ്ക്രീൻ ഗാർഡ് ഓടിപ്പിടിച്ച് വാങ്ങേണ്ട ആവശ്യമില്ല. സ്ക്രാച്ച് പ്രൊട്ടക്ഷന് സ്ക്രീൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊന്ന് ബൂട്ട് ചെയ്യുന്ന ടൈമിന് ഇതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. Realme X2 ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.4 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. Gorilla 5യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്രൊസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 730G ആണ്. ഡുവൽ സിം ഹാൻഡ്സെറ്റ് ആണ്. 256GB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാം. റാം വേരിയൻസ് വരുന്നത് 4GB 6GB 8GB ആണ്. സ്റ്റോറേജ് വേരിയൻസ് 64GB 128GB. ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സൽ മെയിൻ ക്യാമറയാണ്. 8MP വൈഡ് ആംഗിൾ ക്യാമറ, 2MP മാക്രോ ക്യാമറ, 2MP ഡെപ്ത് സെൻസർ ആണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 മെഗാപിക്സൽ ആണ്. 4000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വോക്ക് ഫോർ ചാർജിംഗ് ഫെസിലിറ്റിയാണ്. ഈ ഒരു ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഫോൺ 0% നിന്ന് ഫുൾ ചാർജ് ആവാൻ ഏകദേശം 45 മിനിറ്റ്സ് എടുക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ലേറ്റസ്റ്റ് പ്രൈസ് വരുന്നത് 4GB 64 വേരിയൻസിന് 18,000 ആണ്. 6GB 128ന് 20,000 ആണ്. 8GB 128ന് 21,000 ആണ്. ഞാൻ ഏകദേശം ഒന്ന് ബൂട്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. Assault 9, ഗിയർ ക്ലബ്ബ്, PUBG മൊബൈൽ 3 ഗെയിമാണ് ഞാൻ റിവ്യൂ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. പിന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറ ടെസ്റ്റ് ഒന്ന് ചെയ്യാം. കാരണം ഇതിൻ്റെ ക്യാമറ കമ്പയർ ചെയ്യുന്നത് സാംസങ് ഗാലക്സി S8 എന്ന് പറഞ്ഞ മോഡലുമായിട്ടാണ്. ഇതായിട്ടാണ് ജസ്റ്റ് ഒന്ന് ക്യാമറ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. രണ്ടിനെയും കമ്പാരിസൺ നോക്കാം. ഇത് ബാക്ക് ക്യാമറയുടെ കമ്പാരിസൺ ആണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന Realme X2 ആണ്. റൈറ്റ് സൈഡിലുള്ള ഗാലക്സി S8 ആണ്. ഇത് ഫ്രണ്ട് ക്യാമറ കമ്പാരിസൺ ആണ്. ക്യാമറ കമ്പാരിസൺ കണ്ടു കഴിഞ്ഞു. ക്യാമറ കമ്പാരിസൺ ഡിഫറൻസ് വരുന്നത് എന്താ വെച്ചാൽ Realme X2 1080p ആണ് റെക്കോർഡിങ് പറയുന്നത്. പക്ഷേ സാംസങ് X8 4K ഉണ്ട്. പക്ഷേ 4K ഉണ്ടെങ്കിൽ പോലും Realme X2യുടെ ആ ഒരു പെർഫോമൻസ് സാംസങ് ഗാലക്സി S8 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ എന്തായാലും നമുക്കിനി ഗെയിമിംഗ് റിവ്യൂ നോക്കാം. ഞാനങ്ങനെ ഗെയിമൊന്നും കളിക്കാറില്ല. അപ്പോൾ ഗെയിമിംഗ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ അനിയനാണ് വിളിക്കുന്നത്. അപ്പോൾ നിതിനെ വിളിക്കാം. നമുക്ക് ആദ്യം തന്നെ പബ്ജി ഗെയിം ഒന്ന് ട്രൈ ചെയ്യാം. നമുക്കിതിൻ്റെ മാക്സിമം ഗ്രാഫിക്സ് സെറ്റിങ്സ് നോക്കാം. ഗ്രാഫിക്സ് സെറ്റിങ്സ് വരുന്നത് HD വിത്ത് ഹൈ റെസൊല്യൂഷനാണ്. അത് സ്മൂത്തിലേക്ക് പോവുകയാണെങ്കിൽ മാക്സിമം റെസൊല്യൂഷൻ വരുന്നത് അൾട്രയാണ്. നമുക്കിവിടെ കാണാം പബ്ജിയിൽ വലിയതായിട്ടൊരു ഇഷ്യൂ ഒന്നും കാണുന്നില്ല. നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. വലിയ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല പബ്ജിയുടെ അകത്ത്. ഇനി നമുക്ക് അടുത്ത ഗെയിം ഒന്ന് ട്രൈ ചെയ്യാം. അടുത്ത ഗെയിം നോക്കുന്ന അസോൾട്ട് 9 ആണ്. അസോൾട്ട് 9 അകത്തും വലിയൊരു ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമുക്ക് ഗിയർ ക്ലബ് ഒന്ന് ട്രൈ ചെയ്യാം. ഗിയർ ക്ലബ്ബ് നോക്കിയാൽ നമുക്ക് കാണാം ഇത് അത്ര സ്മൂത്തല്ല. ചെറുങ്ങനൊരു ലാഗ് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ നല്ലതായിട്ട് അറിയുന്നൊന്നുമില്ല. ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. ബാക്കിയുള്ള 2 ഗെയിം വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ടുള്ള ഫോൺ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് ഈ ഫോൺ തരുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എത്രയും പെട്ടെന്ന് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.